ഷാജഹാൻ, അതുപോലെ PDPയുടെ വോട്ടുകൾ വേണ്ട എന്ന് പറയാൻ പറ്റും? PDP ആയിട്ട് ഒരു അവിശുദ്ധ ബന്ധമുണ്ട് എന്നുള്ള വരാം അവിശുദ്ധ ബന്ധം അതും ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ CPMന്റെ സംസ്ഥാന സമിതി അംഗം P. ജയരാജൻ തന്നെ PDPയെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെ തള്ളി പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ആ പുസ്തകം പ്രകാശനം ചെയ്തത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പക്ഷേ ഇവിടെ ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ PDPയുടെ വോട്ടുകൾ നിങ്ങൾക്ക് അനിവാര്യമാണ്, PDPയുടെ വോട്ടുകൾ വേണ്ട എന്ന് പറയാനുള്ള ആർജവം ഇടതുപക്ഷത്തിനുണ്ടോ? ഇവിടെ വർഗീയതയെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ വർഗീയതയ്ക്കെതിരായും മതനിരപേക്ഷതയ്ക്കെതിരായും എക്കാലവും വളരെ വ്യക്തമായ നിലപാട് സ്വീകരിച്ചു പോകുന്ന രാഷ്ട്രീയ മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത്. മതേതരത്വത്തിനെതിരായിട്ടുള്ള കടന്നുകയറ്റം ഉണ്ടാവുമ്പോഴെല്ലാം തന്നെ അതിനെതിരെ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ച് പരസ്യമായ നിലപാടുകൾ പറയുന്ന രാഷ്ട്രീയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. രാഷ്ട്രീയ മുന്നണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഈ പറയുന്ന രണ്ട് തരത്തിലുള്ള വർഗീയ സംഘടനകളും, ഭൂരിപക്ഷ വർഗീയതയുള്ള ആളുകളും ന്യൂനപക്ഷ വർഗീയതയുള്ള ആളുകളും ഞങ്ങളെ ചേരിതിരിഞ്ഞ് ആക്രമിക്കുന്ന സാഹചര്യമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഒരു പക്ഷത്ത് നിന്നുകൊണ്ടും ഒരു ഡീൽ ഉറപ്പിക്കുന്ന മുന്നണിയല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ളതാണ്. അത് കേരളത്തിൻ്റെ വ്യത്യസ്ത ചരിത്രത്തിൽ വിവിധ ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ആ സംഭവ വികാസങ്ങൾ അബ്ദുൽ നാസർ മദനിക്ക് ചുവപ്പ് പരവതാനി വിരിച്ചവരല്ല. അബ്ദുൽ നാസർ മദനിയുടെ രാഷ്ട്രീയ നിലപാടുകൾക്കൊന്നും ഞങ്ങൾ കൊട പിടിച്ചിട്ടില്ല. പക്ഷെ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഭരണഘടനാപരമായിട്ട് ലഭിക്കേണ്ടി ഇരുന്ന പരിഗണനകൾ അത് ലഭിക്കാതിരുന്നപ്പോൾ സ്വാഭാവികമായിട്ട് പൊതുസമൂഹത്തിൽ നിന്ന് ഇടപെടലുകൾ ഉണ്ടായപ്പോൾ അതിനൊപ്പം നിന്നു എന്നല്ലാതെ ഒരു വർഗീയ ചേരിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഒരു കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വോട്ട് അഭ്യർത്ഥിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് കേരളത്തിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ ഞാനിനി പാലക്കാട്ടെ പ്രബുദ്ധരായ വോട്ടർമാരിലേക്ക് പോവുകയാണ്. വോട്ടർമാർക്ക് പറയാനുണ്ട്, സംവദിക്കാനുണ്ട്. യെസ്, ആദ്യ ചോദ്യം. എനിക്ക് LDFന്റെ സ്ഥാനാർത്ഥിയോട് പറയാനുള്ളത്, നിങ്ങൾ ഇക്കാലമത്രയും പാർട്ടിയെ വളരെയധികം മോശമായി ചിത്രീകരിക്കുകയും അതേമാതിരി CPMനെ കുറിച്ച് വളരെ പരാമർശം നടത്തിയിട്ടുള്ള സരീനിനെ പോലുള്ള ആളുകൾ പാർട്ടിയിലേക്ക് വന്ന സമയത്ത് നിങ്ങൾ പറയുന്നു നിങ്ങൾ ജയിക്കുമെന്ന്. സരീനിനെ പോലുള്ള വ്യക്തിപരമായ അത്രയും മോശമായ പരാമർശം CPMനെതിരെ നടത്തിയിട്ടുള്ള ആളുകൾ ജയിക്കുമെന്ന് പറയുന്ന അടിസ്ഥാനം എന്താണ് മിസ്റ്റർ? അതാണ് അറിയേണ്ടത്. അതുപോലെ തന്നെ ഇക്കാലം അത്രയും രണ്ട് മുന്നണി ഇപ്പോൾ തോൽവിയുടെ പരാജയം പറയുന്നത് ഡീലാണ് രണ്ട് മുന്നണി പറയുന്നതാണ്. അതായത് പരാജയ ഭീതി മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ പറയുകയാണ് BJP ആയിട്ട് ഡീലാണെന്ന് കോൺഗ്രസ്സുകാർ പറയുന്നു, മറ്റൊരു CPM പരസ്പരം കുറ്റപ്പെടുത്തുകയാണ്. ഇക്കാലം അത്രയും പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്ന വികസന നായകനല്ലാതെ നിങ്ങൾ കെട്ടിയിറക്കിയ സരീനെ പോലെ അതേപോലെ തന്നെ രാഹുൽ മാങ്കടത്തെ പോലെ ആളുകൾ ജയിക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്താ നിങ്ങൾ പറയാൻ ഞങ്ങൾ മനസ്സിലാവുന്നില്ല. ഈ പാലക്കാടിൻ്റെ വികസന നായകനായ കൃഷ്ണകുമാറിനെ അവിടെ വേറെ ആര് ജയിക്കാൻ പോകും? ഇന്നലെ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുള്ള സ്ഥാനാർത്ഥികളോ? അതിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. ഇവിടെ നിന്നും വ്യക്തിപരമായി എല്ലാ കാര്യവും പാലക്കാട് ജനങ്ങളെ കള്ള വോട്ട് ചേർത്തി കഴിഞ്ഞ തവണ മോശമായി എല്ലാ ജനങ്ങളും പറഞ്ഞ് അത്ര നല്ല BJP മോശമായി ചിത്രീകരിച്ചുകൊണ്ട് കള്ള വോട്ടും കള്ളപ്രചരണം നടത്തി ജയിച്ച, നിസാര വോട്ടിന് ജയിച്ച നിങ്ങളുടെ സ്ഥാനാർത്ഥി ഇവിടെ നിന്ന് മാറിപ്പോയി ഇവിടെ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഷാപ്പി പറമ്പിലെ പോലെ ആളുകൾ ഇവിടെ ഞങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിന് നിങ്ങൾ മറുപടി പറയണോ മിസ്റ്റർ? ഓക്കെ സരിന്റെ കൂറുമാറ്റം ആണ് അദ്ദേഹം പ്രധാനമായി ഉദ്ദേശിച്ചത്. സരിന്റെ കൂറുമാറ്റമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്ത് നിൽക്കുമ്പോൾ നിലവിലുള്ള രാഷ്ട്രീയ സംവിധാനത്തെ ഉപേക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ ആശയത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നമ്മൾ നിലവിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തോടൊപ്പം വരുന്ന ആളുകളെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും കടമയാണ്. ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. പ്രത്യേകിച്ച് സരിനെ പോലെയുള്ള ഒരു വിദ്യാസമ്പന്നനായിട്ടുള്ള ഒരു ഡോക്ടറായിട്ടുള്ള അതുപോലെ തന്നെ IAS എല്ലാം നേടിയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, അയാളുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതെല്ലാം ഉള്ളൊരു ചെറുപ്പക്കാരൻ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന് പൊതുപ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിക്കണമെന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം. ആദ്യം പോയിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ശരിയല്ലെന്നും ആ രാഷ്ട്രീയം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷത്തേക്ക് വരുന്നു. ഇത്രയും കാലിബറുള്ള ഒരു ചെറുപ്പക്കാരന് ഈ ഒരു അവസരം കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ്? അതിലൊരു തെറ്റും കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ കാലിബറിനെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റം ഈ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണങ്ങളിലെല്ലാം തന്നെ നമുക്ക്
വളരെ പ്രത്യക്ഷത്തിൽ പ്രകടമായി കാണുന്ന ഒരു വസ്തുതയാണെന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. സരിൻ്റെ അക്കാഡമിക് പശ്ചാത്തലമോ രാഷ്ട്രീയ പാരമ്പര്യമോ നോക്കിയിട്ടൊന്നുമല്ല സരിനെ CPM ഏറ്റെടുക്കുന്നത്. സരിൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള ചില നിലപാടുകളുണ്ട്. CAA NRC സമരകാലത്ത് മെഡിക്കൽ എത്തിക്സിനെതിരായി ഒരു വിശ്വങ്കരൻ സ്വീകരിക്കാൻ പാടില്ലാത്ത ഒരു നിലപാട് സരിൻ സ്വീകരിച്ചു. പരസ്യമായി CAA അനുകൂലികൾക്ക് ഇവിടെ ചികിത്സ ലഭ്യമല്ല എന്ന് പരസ്യമായി ബോർഡ് വെച്ച ഒരു ഡോക്ടറും ഇന്ത്യ മഹാരാജ്യത്തില്ല. അന്ധമായ ഒരു വർഗീയ പ്രീണനമാണ് സരിൻ ആ നടപടിയിലൂടെ സ്വീകരിച്ചത്. ആ ഒരു നിലപാട് കൊണ്ട് മാത്രമാണ് ഇടതുപക്ഷം സരിനെ ഏറ്റെടുത്തിരിക്കുന്നത്. എന്നിട്ട് അവർ മതേതരത്വം പ്രസംഗിക്കുകയാണ്. ഇത് ജനങ്ങൾ തിരിച്ചറിയും.